ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ ജൂൺ 2022 ഇതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗിന്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാർട്ട് 1 ആൻസർ ആൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരി 1 സ്കോർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് വായിക്കണം. ഇതിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ് 4 എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. Read the following excerpt and answer the questions that follow. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been bored with life. There did not seem to be anything worth was doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. ഈ വേർഡ് നോട്ട് ചെയ്തോളൂ. ഈ സെന്റൻസ് നോട്ട് ചെയ്യാം. അനദർ റിക്കറിംഗ് ഡ്രീം വാസ്. റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് കാണപ്പെടുന്ന. അനദർ റിക്കറിംഗ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിംഗ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. ആഫ്റ്റർ ആൾ, ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ, I might as well do some good. First question, who is I referred to? Stephen Hawking. രണ്ടാമത്തെ ചോദ്യം, why were his dreams rather confused? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ കൺഫ്യൂസിംഗ് ആയത്? അപ്പോ അതിന് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക, അദ്ദേഹത്തിന്റെ അസുഖം നോക്കുക. were rather confused because Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. That is why his dreams become rather confused. The question, what was his recurring dream? And the answer is that his recurring dream was the idea of sacrificing my life to save others. നാലാമത്തെ ചോദ്യം, pick out a word from the passage which means released. റിലീസ്ഡ് എന്നർത്ഥം വരുന്ന ഒരു വേർഡ് പാസേജിൽ നിന്നും കണ്ടെത്തണം. ആ വേർഡാണ് റിപ്രീവ്ഡ്. ഇനി അതിലെ ബി പാർട്ടും 4 ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയ 4 മാർക്ക്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ദ റെക്ക് ഓഫ് ടൈറ്റാനിക്കിൽ നിന്നാണ്. ദെൻ ക്യാപ്റ്റൻ സ്മിത്ത്, her commander brave, thought not one moment his own life to save, but he stood on the bridge calling out to the crew, remember your country, be British, be true. And England and Ireland and Scotland and Wales proved that to the world their valor never fails. The women and children first was their cry, and every one of the crew stood by. First question, who is the brave commander of the ship? ആരായിരുന്നു ആ ഷിപ്പിന്റെ ബ്രേവ് കമാൻഡർ? ക്യാപ്റ്റൻ സ്മിത്ത്. ആറാമത്തെ ചോദ്യം, pick out the line which suggests the ideal quality of the captain. ആ ക്യാപ്റ്റന്റെ ഏറ്റവും ഉദാത്തമായ സ്വഭാവം കാണിക്കുന്ന വരികൾ ഏതാണ്? Thought not one moment his own life to save. ഈ വരിയാണ്. ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും സ്വന്തം ജീവിതം രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. ഏഴാമത്തെ ചോദ്യം, then Captain Smith, her commander brave, identify the poetic device used in the above line. അപ്പൊ ഇവിടെ ഷിപ്പിനെ ആരാക്കി? ഒരു സ്ത്രീയോട് ഉപമിച്ചു അല്ലെ, her commander brave എന്ന്. ഇവിടെ ജീവനില്ലാത്ത ഒരു വസ്തുവിന് ജീവനുള്ളവയുടെ ക്വാളിറ്റി നൽകി അവയെ സംബോധന ചെയ്യുമ്പോൾ ആ പോയറ്റിക് ഡിവൈസിന്റെ പേരാണ് പെർസോണിഫിക്കേഷൻ. എട്ടാമത്തെ ചോദ്യം, ഹു ഗോട്ട് ടോപ്പ് പ്രയോറിറ്റി ടു ബി റെസ്ക്യൂഡ് ഫ്രം ദ സിങ്കിങ് ടൈറ്റാനിക്? ആരെയാണ് ആദ്യത്തെ പ്രയോറിറ്റി, മുൻഗണന ആർക്കാണ്? ആ ടൈറ്റാനിക് മുങ്ങുമ്പോൾ ആർക്കാണ് ഇവർ മുൻഗണന നൽകിയത്? അടുത്ത സെക്ഷനിലേക്ക് കടക്കാണ്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 12. ഈച്ച് ക്യാരീസ് 2 scores. 6 മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. ആദ്യത്തേത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്.
The dialogue between Mrs. Clifford and Mr. Gupta in Price of Flowers is given below. Report the dialogue. ഇപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ്, നിങ്ങളിങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ സെന്റൻസുകൾ തരുമ്പോൾ അതിന്റെ ടെൻസുകൾ നോക്കുക. ഡിഡ് ആദ്യം തന്നെ വന്ന് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അതായത് ഹാഡ് ചേർക്കണം വെർബിന്റെ കൂടെ. മിസ്സിസ് ക്ലിഫോർഡ്, ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഇപ്പൊ മിസ്സിസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ്, ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? അപ്പോ മിസ്റ്റർ ഗുപ്തയുടെ മറുപടി. അപ്പൊ ഇതവിടെ എന്താണ്? ഇവിടെ ഡിഡ് ആണ് വന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, ഡിഡ് വന്നാല് പാസ്റ്റ് ടെൻസ് ആണ് വന്നത്. അപ്പൊ നമ്മളിനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതിന്റെ കൂടെ V3 ഫോം ഓഫ് ദ മെയിൻ വെർബ്. അപ്പോ എന്തുവരും? ഹാഡ് സീൻ എന്നാക്കി മാറ്റണം എന്നുള്ളത് ഓർക്കുക. മിസ്റ്റർ ഗുപ്ത, യെസ് ഐ ഹാവ് സീൻ ഇറ്റ്. ഐ ഹാവ് സീൻ ഇറ്റ്. ഇതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റിലാണ് തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് എന്താക്കിയാൽ മതി? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റിയാൽ മതി. ഇനി എങ്ങനെ എഴുതാം? ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ നമ്മള് മിസ്സിസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത, എന്നിട്ട് വെദർ അല്ലെങ്കിൽ ഈഫ് ആണ് ചേർക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈഫ് ചേർത്തു. മിസ്സിസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത ഇഫ് ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. ഇഫ് ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. ഇവിടെ ഇതൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിഡ് വന്നപ്പോ അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എടുത്തു. ഹാഡ് സീൻ. മിസ്സിസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത if he had seen that in the crystal. അല്ലെങ്കിൽ എങ്ങനെ പറയാം? മിസ്സിസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത whether he had seen that in the crystal. മിസ്റ്റർ ഗുപ്തയുടെ മറുപടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിസ്റ്റർ ഗുപ്ത affirmed and added that he had seen it. He had seen that. മിസ്റ്റർ ഗുപ്ത affirmed and added that he had seen that. it എന്നുള്ളത് that. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് റൈറ്റ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇതും സെക്കൻഡ് ചാപ്റ്റർ ടെസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിതിങ്സ് അതിൽ നിന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിൻസ്റ്റർ. Therefore, he attended the local St. Albans school. അപ്പോൾ നമ്മളിപ്പോ വായിച്ച സെന്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഡാഷ് സ്റ്റീഫൻ വാസിൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ ദ വെസ്റ്റ്മിൻസ്റ്റർ ഡാഷ് ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെന്റ് ആൽബൻസ് സ്കൂൾ എന്നാണ് വേണ്ടത്, അറ്റസ്റ്റഡ് അല്ല. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എഴുതുക. ഇവിടെ therefore രണ്ട് വാക്കുകളാണ് ശരിയായത്. ക്ലോസ് വെച്ചിട്ടാണ് വേണ്ടത്. ഇഫ് യുണൈറ്റഡ് നേഷൻ dash stop the war between two countries before so many children and the old would not have suffered from hunger and cold. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് നോട്ട് ഹാവ് എന്ന് വന്നതുകൊണ്ട് ഈഫ് ക്ലോസിൽ നമുക്ക് എന്ത് കൂട്ടാം? ഹാഡ് സ്റ്റോപ്ഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൂട്ടാം. മെയിൻ ക്ലോസിൽ വുഡ് നോട്ട് ഹാവ് സഫേർഡ് വന്നു. ഹാഡ് സ്റ്റോപ്ഡ് തന്നു. ഇവിടെ ഫിൽ ചെയ്യാനും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാഡ് സ്റ്റോപ്ഡ് ആയതുകൊണ്ട് വുഡ് ഹാവ് ചേർക്കണം. ഇവിടെ വുഡ് നോട്ട് ഹാവ്. അടുത്തത് ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ്. ദ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ. അങ്ങനെ വന്നാൽ ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ്, ടെൻസുകളെ ഫോം എപ്പോഴും നോക്കുക. അവിടെ പ്രസന്റ് ടെൻസ് വന്നതുകൊണ്ട് മെയിൻ ക്ലോസ് എങ്ങനെ വരും? ടു മെനി ലൈക്ക് വിൽ ലോസ്. വിൽ ചേർത്ത് V1 ഫോമിൽ എഴുതാം. 12ാമത്തെ ചോദ്യം, explain the poet's view on the given lines of the poem. If you can meet with triumph and disaster and treat those two impostors just the same. അപ്പൊ ഈ ലൈന് വായിച്ചതിന് ശേഷം കവിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. According to the poet, triumph and disaster are two impostors of life. That is, don't be overjoyed at the success and don't be dejected at the failures. അടുത്തത് എഡിറ്റിംഗ് ആണ്. അതായത് ആൻസർ എനി 5 questions from 30 into 20. Each carries 4 scores. ഇത് ഗൂസ്ബെറീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ലാസ്റ്റ് ഇയർ
I pay him a visit. I thought I would go and see how things was with him. On his letters, my brother called his estate Himbashaw Corner or Himalayas Cove. I arrived Himalayas Cove in afternoon. നമുക്കതിന്റെ ശരിയായ പാസേജ് ഒന്ന് ടെക്സ്റ്റിൽ നിന്നും കണ്ടെത്താം. ഇതാണ് ആ പാരഗ്രാഫ്. ലാസ്റ്റ് ഇയർ ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? പെയ്ഡ് ഹിം എന്നാണ് വേണ്ടത്, പാസ്റ്റ് ടെൻസ്. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വേർ. വാസ് എന്നാണ് തന്നിട്ടുള്ളത്, ഇവിടെ വേർ എന്ന് എഴുതണം. ഇൻ ഹിസ് ലെറ്റേഴ്സ്, അടുത്ത് ഇവിടെ ഓൺ ഹിസ് ലെറ്റേഴ്സ് എന്നാണ് അതിലുള്ളത്. മൈ ബ്രദർ കാൾ ഹിസ് എസ്റ്റേറ്റ് Himbashaw Corner or Himalayas Cove. I arrived at Himalayas Cove in the afternoon. അവിടെ ഒരു ആർട്ടിക്കിൾ ദ കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഇയർ ഐ പെയ്ഡ്, ഇവിടെ പെയ്ഡ് വരും. തിങ്സ് വേർ വിത്ത് ഹിം വരും. ഇൻ ഹിസ് ലെറ്റേഴ്സ് വരും. പിന്നെ ദ ഇൻ ദ ആഫ്റ്റർനൂൺ. നാലാമത്തെ ചോദ്യം. ദ ആർമി ചീഫ് ഓഫ് ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ റെജിമെന്റ് സെൻഡ് an email to Frank's mother informing about his death in the war. Prepare the email. ഇമെയിൽ ആണ് എഴുതേണ്ടത്. ഇമെയിലൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഫോർമാറ്റ് നോക്കുക. ടു clifford134@gmail.com. പിന്നെ സബ്ജക്റ്റ് വേണം, സാഡ് ന്യൂസ്. ഡിയർ മദർ, I am sorry to inform you that your son Frank was killed in an encounter operation with the terrorists. Be proud that you gave birth to a soldier. Heartfelt condolences to you. Regards, Gupta, the Army Chief of Northwest Frontier Regiment. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. ഇമെയിൽ ആവുമ്പോൾ അതിന്റെ ഫോർമാറ്റിൽ ഇമെയിൽ അഡ്രസ്സ്, സബ്ജക്റ്റ് വേണം. അടുത്തത് His First Flight by Liam O'Flaherty is a true parable about overcoming fears in life. Comment on the title of the story. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അത്യാവശ്യം കാര്യമായിട്ട് എഴുതേണ്ടതുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് മാത്രം, ഒരുപാട് ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഇറ്റ് ഈസ് ആൻ ആപ്റ്റ് ടൈറ്റിൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ പാരന്റ്സ് ആൻഡ് സിബ്ലിംഗ്സ് സപ്പോർട്ട് ദ ഡിഫിഡന്റ് യങ് സീഗൾ ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. ദേ അപ്ലൈഡ് സെവറൽ ടാക്ടിക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാം, എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നൊക്കെ. സ്റ്റാവ്സ് ഹിം, മേക്ക് ഹിം ഹംഗ്രി ആൻഡ് ഫൈനലി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സക്സസ്ഫുൾ. വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. 4 മാർക്കിന് അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ എഴുതുക. 16ാമത്തെ ചോദ്യം. Wherever you travel, enjoy and be safe. Prepare 2 do's and 2 don'ts for safe travel. അപ്പൊ ഡൂസ് ആയിട്ട് നമുക്ക് എഴുതാം. സ്റ്റോർ സഫിഷ്യന്റ് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. Carry less luggage. Keep essential medicines. Don'ts എന്തൊക്കെ വരും? Don't litter the public places. Avoid plastics. അടുത്തത് ലതാ മങ്കേഷ്കറുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പൊ ഇത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതി. 20ാമത്തെ ചോദ്യം. Elaborate the idea in the given lines of the poem Death the Leveler. Only the actions of the just smell sweet and blossom in their dust. Only the actions of the just smell sweet and blossom in their dust. Death the Leveler ആ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ആ പോയത്തിൽ നിന്നുള്ളതാണ്. But these lines are taken from the poem Death the Leveler written by James Shirley. എപ്പോൾ നിങ്ങൾ പോയത്തിലെ 2 വരികൾ തന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോയറ്റിന്റെ പേരും എഴുതി തുടങ്ങിക്കോളൂ. The lines conveys the idea that all people have to die. Kings and clowns, scholars and illiterates, rich and poor, high and low, all will die and become dust. But the actions of the good people will be remembered as they continue to waft their aroma even from the dust. 4 മാർക്കിനാണ്
ഇനിയും പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ ഈ കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എഴുതാം. ഇനി 21ാമത്തെ ചോദ്യം, അതായത് സെക്ഷൻ മാറി 6 മാർക്കിനുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത ആസ് എ ഫ്രണ്ട്ലി ക്യാരക്ടർ ഈസ് റെഡി ടു അഡ്ജസ്റ്റ് വിത്ത് ദ നീഡ് ഓഫ് അതേഴ്സ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. അപ്പോൾ ഏകദേശം മിസ്റ്റർ ഗുപ്തയെ കുറിച്ച് തുടങ്ങി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിന്റെ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് എഴുതാം. 6 മാർക്കാണ്. മിസ്റ്റർ ഗുപ്ത ഓഫ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ ഫ്രണ്ട്ലി ക്യാരക്ടർ ആൻഡ് ഹി ഈസ് റെഡി ടു അഡ്ജസ്റ്റ് വിത്ത് ദ നീഡ് ഓഫ് അതേഴ്സ്. He listened carefully to Maggie's grievances. He gave support and encouragement to Maggie to fulfill her ambitions. He consoles her family at the death of her brother. He places a bouquet of flowers on the grave of her brother. Once Maggie requested Gupta to gaze crystal ring and console her mother by saying that Frank was alive. Gupta did accordingly. He receives the shilling from Maggie to buy flowers and place them on her brother's graveyard. അപ്പൊ ഇതിൽ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ വായിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ചാക്കി എഴുതാം. 2. You are the reporter of a leading news channel and was assigned to report a live TV program, Turtle Calling Ritual, in Nemuana village. Prepare a live TV report. Live TV report. Hello friends, I am Sonia from Star TV. I am here at the Nemuana village seashore with cameraman Ajit. Here we are going to witness a very strange ritual. The women of Nemuana village still preserve a very strange ritual, that is turtle calling. Now you can see thousands of people, including foreigners, have gathered here to watch and enjoy the ritual, turtle calling. The maidens of this village have assembled on the seashore. They are singing a strange chant. Now look carefully into the water of the bay. Wow, we can see giant turtles rising one by one on the sea's surface, listening to the music. The entire village is in a festive mood to see the descendants of the Princess Tinaikoboga and her daughter Redalis. This is not a fairy tale. It actually takes place. There is an interesting legend behind the ritual. We will get back after a short break with the details of the legend behind the turtle calling. Till then, bye from Sonia with cameraman Ajit. Artha question. Nicola's dearest dream had come true and he became an estate owner. You are a staff reporter of a daily and decided to interview him for the daily. Prepare 6 interview questions and possible answers. Reporter. Could you tell me about your childhood? Nikolai. We spent our childhood in the country. We spent our days and nights in the fields and woods. Reporter. What was your dream? Nikolai. I want to live in a farmhouse which had gooseberry bush in it. Reporter. Have you achieved your dream? Yes, of course. Can you tell us how you achieved your dream? Nikolai parayana. Fixed goals help us to achieve success in life. Reporter. Are you happy with your life? Nikolai. Yes, my dearest dream had come true. Now I have all that I wished. 24ാമത്തെ ചോദ്യം. Having read the story Conceptual Fruit, you feel interested in the cause of differently abled children and decide
to highlight their problems. Write a letter to the editor of a pioneer daily, a prominent daily, commenting on the plight and needs of such children. അനു 3-star ഹൗസ് കാലിക്കറ്റ്, പിന്നെ ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. ടു ദ എഡിറ്റർ ദ ഹിന്ദു കാലിക്കറ്റ്. സബ്ജക്റ്റ് അതും ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ദ പ്ലൈറ്റ്സ് ആൻഡ് നീഡ്സ് ഓഫ് ഡിഫറently ഏബിൾഡ് ചിൽഡ്രൻ. Respected sir, I am writing this letter to express my concern about differently abled children. Differently abled people have some physical or mental handicaps. Because of that, they are not able to enjoy the normal charms of daily life. Society should show empathy towards the wishes and dreams of such children. As the father of Greta, everyone need to give little more concern to such children. In the story Conceptual Fruit, Greta has many wishes. She wants a blue bowl in every room. She wants peaches in the kitchen. Her father knows that Greta would never have a house of her own. He tries hard to make his daughter happy by trying to give her what she wants on the cyberspace. Greta's mother and her brother are not so affectionate or considerate. We will see them making eyes when Greta asks her father to show her the place on the cyberspace. Please consider such differently abled children and make an article about them so that the society would change its attitudes towards them. Regards, sign, പിന്നെ പേര്. 25ാമത്തെ ചോദ്യം. Dr. APJ Abdul Kalam ignited the minds of the youth through his motivational speech, I Will Fly. Prepare a write-up on the central idea of the speech. അപ്പോൾ ഇവിടെ റൈറ്റപ്പ് ആണ്. I will fly. I will fly is a speech which is delivered by Dr. APJ Abdul Kalam. In this speech, Kalam says that the youths do not want to be afraid of their future because they have an ignited mind with which they can conquer anything. He is going to talk about the topic, I am born with wings. Before Kalam is going to deliver a speech on I am born with wings, he gives an account of the incident which happened in the past. Once he went to inaugurate a program called Shastrayaan, which meant propagation of science. This program selects 2,000 students from a village and makes them capable to work as engineers, scientists, etc. For the inaugural address, he was talking about the topic Science Empowers the Nation. During the question answer session, a teenager asked him a question. The boy told him that he did not have self-confidence. His ambition is to become a marine engineer. He wants to achieve his dream and wants to succeed in his career. In the end, he asked Kalam how he can achieve his dream. Hearing this question, Abdul Kalam told that the teenager echoed the voices of millions of children all over India. Many kids do not know what will happen to their future and they have confusion whether they can achieve their dream without any hindrance. Then he recites a poem in which is titled as I Will Fly, which tells that every human has potential, goodness, confidence, imaginative power, and has the right to conquer their dream because, as the poem suggests, I have wings, I will fly. Then, Dr. APJ Abdul Kalam says that
everyone is unique. Most of the children have a desire to be unique, but it is the society, including parents, does a comparison of one individual with another. Dr. APJ Abdul Kalam ends his speech by saying that the greatest challenge of today's generation is how to create a unique you. 26ാമത്തെ ചോദ്യം. The young seagull made his first flight thanks to his mother's timely intervention. Have your parents ever made such timely interventions in order to refill self-confidence in you? Narrate one such incident in about 80 words. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതുക. നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ആ യങ് സീകളിനെ അതിന്റെ രക്ഷിതാക്കൾ എങ്ങനെയാണോ പറക്കുവാൻ പ്രേരിപ്പിച്ചത്, അവർ സ്റ്റാർവ് ചെയ്തിട്ടും സ്കോൾഡ് ചെയ്തിട്ടും പട്ടിണിക്കിട്ട് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ യങ് സീകളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള ഒരു അനുഭവം നിങ്ങൾ എഴുതുക. 27ാമത്തെ ചോദ്യം. William Wordsworth in the poem To Sleep glorifies sleep. He calls sleep as dear mother of fresh thoughts and joyous health. Write a paragraph about your attitude to sleep in the light of the poem. William Wordsworth is quite right in saying that without sleep, the morning's wealth is nothing. Sleep, according to him, is the mother of fresh thoughts and joyous health. Research has shown that people don't get enough sleep at night and go to school or work tired. Some experts believe the cause is biological. Others believe that people stay up causing lack of enough sleep. Adults need 8 hours of sleep. Teenagers need a bit more. So, why aren't people getting enough sleep? For one thing, they are staying up late. A variety of things can contribute to this night owl tendency among people, including social life, caffeinated or alcoholic drinks, electronic media such as computers, TVs, and mobile phones. Other factors include procrastinating on work and even depression. Lack of sleep affects people's ability to function normally. A recent study showed that sleep deprivation can affect mood, performance, attention, learning, behavior, and biological functions. Too little sleep may contribute to mood swings and behavioral problems. And sleepy persons who get behind the wheel may cause serious, even deadly accidents. To get proper sleep, we can do the following: regular bedtime, cutting out late night phone calls, avoiding arguments before sleep, not going to bed with full stomachs, not taking caffeinated or alcoholic drinks prior to sleeping, and filling the mind with refreshing, pleasant, and reassuring thoughts. At the Sports Club of your school has conducted a seminar on the topic The Importance of Yoga in Daily Life in connection with International Yoga Day. Prepare a report of the seminar. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെമിനാറിന്റെ റിപ്പോർട്ടാണ് അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ യോഗയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടല്ല പറയേണ്ടത്. സെമിനാർ എവിടെ നടന്നു, എപ്പോൾ നടന്നു, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. റിപ്പോർട്ട്. The sports club of our school had conducted a seminar on the topic The Importance of Yoga in Daily Life in connection with International Yoga Day. It was on Tuesday, June 2021. The program venue was our school auditorium. The program started at 9 a.m. The program was inaugurated by our school principal. The welcome speech was done by the PTA president, followed by a felicitation speech by the ward member M. Radha.
After that, there was a video presentation regarding the importance of yoga. The program ended with vote of thanks by the school leader Babu. 29ാമത്തെ ചോദ്യം, life on earth is at the ever increasing risk of being wiped out by disaster such as sudden global nuclear war, a genetically engineered virus, or other dangers we have not yet thought of. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകളാണിവ. Write an essay on the topic disaster and disaster management in the light of the above statement. Disasters have become a big challenge for all humanity. There has been an increase in the frequency and intensity of disasters. It seems that the world is becoming more prone to disasters. Disasters affect both developed and developing countries. Some of the disasters are floods, windstorms, droughts, and earthquakes. Floods are more common in India, China, and Bangladesh. Drought is the deadliest. Nearly 40% of all deaths and disasters are caused by droughts. India is highly prone to disasters. There are many reasons for this. Geological formation, geographical location, the long coastline, snow-clad peaks, high mountain ranges, perennial rivers, etc. are some of them. Our population and inadequacy of natural resources add to the problem. India faces many different kinds of disasters. In all regions, there are problems. Some of the major disasters in India had in this century had the Gujarat earthquake, the Mumbai-Gujarat floods, the tsunami, the Uttarakhand flash flood, and the Hurricane Philem in coastal Orissa and Andhra Pradesh in 2013. ഇത് കൂടാതെ നമുക്ക് കേരള വിറ്റ്നസ് ചെയ്ത ആ ഡിസാസ്റ്റർ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. There are direct and indirect impacts of disasters. Some of the impacts are the damage, destruction, death caused by them. Following the disaster, the lifeline support systems are damaged. Healthcare and hospitals come under stress. Commercial and economic activities get badly affected. The poorer sections are the most affected. Gandhian strategy, the exclusive mantra for solving problems of the modern society. Prepare a script of the speech to be delivered on Gandhi Jayanti. Good morning, everyone. It makes me feel awesome to be present here. I feel really honored. Thank you for giving me such an opportunity. I feel the topic we selected for our seminar is the most relevance of Gandhian principles. Know the sacrifices of our father of nation took to liberate us from the clutches of foreign greed. Our first Prime Minister Jawaharlal Nehru rightly uprighted Gandhiji in his discovery of India. Violence has become a mark of the world. In the name of politics, caste, language, we quarrel. Even in the name of love, we began to show violence. Tolerance, one of Gandhi's strong principles, is gone. We move along the path of intolerance. It leads to violence also. We can build a strong society and world upon the foundation of tolerance. Let all live together in peace and harmony. Aggression against women is on the hike. Gandhi dreamt of an India where both men and women enjoy equal status. But
Even after decades of independence, it is not achieved. Any nation can be developed only when women contribution is on par with men. It's time to think of his principles. Economic independence is another principle of Gandhiji. We haven't achieved it. The rural folk of India live in poverty. Though there are projects like Kudumbashri, women suffer economic backwardness. Truth has vanished from us. Gandhiji stood for uncompromising truth. Though it is tough to achieve for a country like India, where corruption is the hallmark, truth is an absolute necessity. We live even for nothing. It pulls back national progress. Dear friends, we can say that Gandhian principles are the way out. It never dies. It never outdated. His visions and teachings are helpful to build a modern India. Though there are many isms, his principles stand high. Thank you. Thank you for listening, giving me the opportunity.